ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ സിമ്പിളായിട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ നോക്കട്ടോ. അപ്പോൾ അതാ നമ്മളെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ, 2 എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അരക്കപ്പ് ഞാൻ മൈദ എടുത്തു, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ പിന്നെ കൊക്കോ പൗഡർ എന്നിവ ഇട്ട് നല്ലോണം അരിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഒരു 2-3 പ്രാവശ്യം എന്തായാലും നിങ്ങൾ അരിച്ചെടുക്കുക. കാരണം അരിക്കുന്തോറും നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും. എത്രത്തോളം അരിക്കുന്നോ അത്രത്തോളം നമ്മൾ കേക്ക് അരിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒഴിക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് കേക്കിലേക്ക് കോഫി പൗഡർ ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ട് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ നല്ലോണം അരിച്ച് മാറ്റുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അരക്കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ 2 എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് എത്രത്തോളം അരിക്കുന്നോ അത്രത്തോളം നമ്മളിത് അരിച്ചെടുക്കാം. നല്ലോണം അരിച്ച്, എന്നാൽ കേക്ക് എത്രത്തോളം അരിക്കുന്നോ അതിനനുസരിച്ച് കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നല്ലോണം അരിച്ചിട്ട് ഞാനൊരു 3-4 പ്രാവശ്യം നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ എഗ്ഗ് എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതാണെങ്കിൽ എന്തായാലും 1 മണിക്കൂറെങ്കിലും പുറത്തെടുത്തേക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് മുന്നേ നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ വൈറ്റ് ഫോറസ്റ്റ്, അതായത് വൈറ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു, സ്പോഞ്ച്. പിന്നെ ചോക്ലേറ്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് നല്ലോണം ഫ്ലഫി ആവുന്ന വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കുന്ന അത്രത്തോളം കേക്ക് നമുക്ക് പൊന്തി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്ത് സാധനം നിങ്ങൾ വാനില എസൻസും എഗ്ഗ് പിന്നെ പാൽ ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കും കേട്ടോ. ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. ആ കാര്യം നല്ലോണം ശ്രദ്ധിച്ച്, പ്രത്യേകിച്ചും കോഴിമുട്ട എന്നാലേ നമ്മൾ ഈ പൊന്തി വരുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് ഓയിലും പിന്നെ അതേമാതിരി പാലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് 1/2 ടീസ്പൂണ് കോഫി പൗഡറിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് തിളച്ച വെള്ളം മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് അതിലേക്ക് ഒഴിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ പൊടികൾ ഇട്ട് കൊടുക്കുക, കുറേശ്ശെ എന്നും പറയുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. പിന്നെ ഒരുമിച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്ന അതേമാതിരി നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിന് കേട്ടോ. ആ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, കുറേശ്ശെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ. അപ്പോൾ ഞാൻ 1/2 കപ്പ് പിന്നെ മൈദയിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് ഇട്ടെടുത്ത്. ഇതാ പാൻ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഞാൻ ഈ മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ, അപ്പോൾ ഗ്യാസുമ്പോൾ നമ്മൾ പഴയ പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ചൂടായതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/4 മണിക്കൂർ മതിയാവും. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കേക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുമ്പോൾ അതിൻ്റെ ഈ മൂടിൻ്റെ ഹോൾ എന്തായാലും ഉണ്ടാവും. ആ ഹോൾ നിർബന്ധമായിട്ട് അടക്കണം കേട്ടോ. ഇപ്പോൾ 1/4 മണിക്കൂർ തന്നെ എനിക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. കേക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ചൂടാറിന് വെയിറ്റ് കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ കേക്ക് നല്ലോണം ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി 3 നമുക്ക് ലെയറാക്കിയിട്ട് എടുക്കണം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ 3 ലെയറാക്കി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇത് ഐസിങ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ചെടുത്തു. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് മിക്സ് ചെയ്ത വെള്ളമാണ് കേട്ടോ. ചൂടാക്കിയതിന് ശേഷം
അത് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. കുറച്ച് പുറത്തേക്കായി പോയിട്ടോ. ഇനി നമുക്ക് ഇത് മൊത്തത്തിലേക്ക് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ മൊത്തം ക്രീം തേച്ച് രണ്ടാമത്തെ ലെയർ ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. ഇനി അതേമാതിരി റിപ്പീറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പം പാനിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കേക്ക് ഉഷാറായി നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി അതേമാതിരി തന്നെ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഓരോ സപ്പോർട്ടാണ് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ മൊത്തം എല്ലാ ലെയറും വെച്ചു. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. ഐസിങ്ങൊക്കെ ഞാൻ എപ്പോഴും നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ക്രം കോട്ടിങ് ചെയ്യുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ക്രീമാക്കിയതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ രണ്ടാമത് ഐസിങ് ചെയ്യുന്നത് കേട്ടോ. മൊത്തം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തൊന്ന് ക്രീമാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കേക്കിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേക്ക് വീണ്ടും എടുത്തൊരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കാണിക്കാൻ വിട്ടുപോയി, മൊബൈൽ ഓണാക്കിയില്ലായിരുന്നു. കുറച്ച് ചോക്ലേറ്റിൻ്റെ ഇതൊഴിച്ചിരുന്നു കേട്ടോ. അതാണ് ഒരു കളർ ചേഞ്ച് വരുന്നത്. ഇനി നമുക്കിത് പിന്നെ നല്ലോണം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ഡെക്കറേഷൻ ആക്കിയിട്ട് മാറ്റാം. അപ്പുറം പറഞ്ഞ ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുകയാണ് ചോക്ലേറ്റ് കേക്ക് പാനിൽ എങ്ങനെ ഉണ്ടാക്കരുതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ ഫൈനൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പ്രിങ്കിൾസോ, അപ്പോൾ കസ്റ്റമർ പേരൊന്നും എഴുതണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേരൊന്നും എഴുതുന്നില്ല. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചൊരു ഗോൾഡൻ പ്രിങ്കിൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനെ പാനിലുണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബായ്.